ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. മൂന്നാമത്തെ അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ പുറത്തു നൽകുന്നത്. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്തൊരു മനുഷ്യനും നോക്കേണ്ടെന്ന് രാഹുൽ. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭീഷണി. നാട്ടിലെത്തിയാൽ അതിജീവിതയുടെ വീട്ടിലേക്ക് കുറെ ആളുകളുമായി എത്തുമെന്നും ഞാൻ ചെയ്യുന്നത് താങ്ങാൻ നിനക്കാവില്ലെന്നും ഭീഷണി. യുവതിയോട് വാർത്താ സമ്മേളനം വിളിക്കാനും രാഹുലിന്റെ വെല്ലുവിളി. റോഷിപാലും AV ജയശങ്കറും ചേരുന്നു. ആദ്യം റോഷിപാലിലേക്ക്. ഗുഡ് മോർണിംഗ് റോഷി. ഗുഡ് മോർണിംഗ് AV ജയശങ്കർ. റോഷി, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള ചാറ്റ് സന്ദേശങ്ങൾ പുറത്തു വരുമ്പോൾ യുവതിയെ വല്ലാതെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. വീട്ടിലേക്ക് ആളെ കൂട്ടി വരുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കെതിരെ നിന്നവരുടെ കുടുംബത്തെ പോലും നശിപ്പിക്കും എന്നൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭീഷണി. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിന്നെ നശിപ്പിച്ച് ഞാൻ പോകൂ എന്ന മട്ടിലാണ് ഭീഷണിയുടെ സ്വരം. എന്താണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ റോഷിപാൽ? അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡനത്തിന് ശേഷം ഗർഭിണിയായ പെൺകുട്ടിയെ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്നത്. നേരത്തെ നമ്മൾ റിപ്പോർട്ടർ തന്നെ ഒരു ശബ്ദം പുറത്തുവിട്ടിരുന്നല്ലോ. ആ ശബ്ദം പുറത്തുവിട്ടതിന് ശേഷമാണ് രൂക്ഷമായ ഭീഷണി നേരിടേണ്ടി വന്നത്. കാരണം ഈ പെൺകുട്ടി വഞ്ചിതയായെന്ന് തിരിച്ചറിഞ്ഞതോടെ അവർ ഇത് ചോദ്യം ചെയ്തു. കൂടുതൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചതായി അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോഴാണ് അതിരൂക്ഷമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ പുറത്തു പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിക്ക് മുന്നറിയിപ്പായി നൽകുന്നത്. വീട്ടിലേക്ക് ആളെ കൂട്ടി വരും, തന്റെ ജീവിതം തകർക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ട് തന്നെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട്. ടെലിഗ്രാമിലാണ് ആ ചാറ്റ്. ആ ചാറ്റുകൾ ഈ പറഞ്ഞ ശബ്ദ സംഭാഷണം രാഹുലിനെതിരെ പുറത്തു വന്നതിന് ശേഷം, ആദ്യം പരാതി നൽകിയ യുവതിയുടെ ശബ്ദ സംഭാഷണം പുറത്തു വന്നതിന് ശേഷമാണ് ഇങ്ങനെ രൂക്ഷമായ രീതിയിലുള്ള ഭീഷണി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കുറ്റസമ്മതം നടത്തുമെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്താൻ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഇമേജ് തിരിച്ചു പിടിക്കാനല്ല എന്ന് രാഹുൽ പറയുന്നു. അതൊക്കെ നിന്റെ തോന്നൽ. അത് ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനും മറുപടി പറയുന്നുണ്ട്. ഇതിൽ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും, നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ അത് താങ്ങില്ല. അതായത് ഈ പെൺകുട്ടി പരാതി നൽകുകയോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഈ വിഷയം അവതരിപ്പിക്കുകയോ ചെയ്താൽ തിരിച്ചടിക്കും അതേ നാണയത്തിൽ. അത് നിനക്ക് താങ്ങാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ആളുകളെ കൂട്ടി പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ബഹളമുണ്ടാക്കും എന്നതിൻ്റെ കൃത്യമായ സൂചന കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ടെലിഗ്രാം ചാറ്റിൽ നൽകുന്നുണ്ട്. ഇങ്ങോട്ട് ഭീഷണി വേണ്ട എന്നാണ് പറയുന്നത്. പെൺകുട്ടി നീതിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യം ഉയർത്തുമ്പോൾ അതൊരു ഭീഷണി എന്ന നിലയിൽ എടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത്. ഈ പെൺകുട്ടിയിൽ നിന്നും പണം കൈപ്പറ്റി സാമ്പത്തിക ചൂഷണം നടത്തി, പീഡനം നടത്തി, എന്നിട്ടാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നത്. ഇത് മൂന്നാമത്തെ പരാതി നൽകിയ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ തെളിവ് കൂടിയാണ് ഈ ടെലിഗ്രാം ചാറ്റുകൾ. ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് യുവതി കൈമാറിയിട്ടുണ്ട്. ഇന്നലെ ചില തെളിവുകൾ വന്നിരുന്നു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളാണ്. പാലക്കാട് 3 BHK ഫ്ളാറ്റ് വേണം എന്ന ഒരാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയതാണ്. അതിൻ്റെ തുടർച്ചയായി പിന്നീട് നടന്ന ചാറ്റുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഭീഷണിയാണ്. പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഭീഷണി. സമാനമായ രീതിയിലാണ് മറ്റു പെൺകുട്ടികളോടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടത്. അവർ ഏതെങ്കിലും തരത്തിൽ പരാതി വന്നാൽ അവർക്കതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നുണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും ഇരകൾക്കെതിരെ രൂക്ഷമായ രീതിയിലുള്ള അതിക്രമം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. ആ പെൺകുട്ടിയെ തിരിച്ചറിയുന്ന രീതിയിൽ, ആദ്യത്തെ പരാതി നൽകിയ പെൺകുട്ടിയെ തിരിച്ചറിയുന്ന രീതിയിൽ അവരുടെ ചിത്രം പോലും പ്രചരിപ്പിക്കാൻ തയ്യാറായി. പിന്നീട് പോലീസ് നടപടി ശക്തമാക്കിയപ്പോഴാണ് അതവിടെ തൽക്കാലത്തേക്കെങ്കിലും ഒതുങ്ങിയത്. സമാനമായ രീതിയിൽ ഈ പെൺകുട്ടിക്കെതിരെയും സാമൂഹ്യ മാധ്യമത്തിൽ അതിക്രമം ഇതിനോടകം തുടങ്ങി. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില മുന്നറിയിപ്പുകൾ ഈ പെൺകുട്ടിക്ക് നൽകിയിരുന്നു. പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് വരാനുള്ള സാധ്യത കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലിഗ്രാമിലൂടെ ഈ പെൺകുട്ടിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയത്. ആ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവ് കൂടിയാണ് ഈ ടെലിഗ്രാം സ്ക്രീൻഷോട്ട്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്.
പല തവണ ഈ പെൺകുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അനിയത്തിയുടെ വിവാഹം മുടക്കും എന്നതടക്കമാണ് ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയത്. പിതാവിനെ പോലും അപായപ്പെടുത്തുമെന്ന് പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിന്റെ ഐഡന്റിറ്റി ഞാൻ വലിച്ചു കീറും എന്ന മട്ടിലായിരുന്നു ആ പ്രതികരണങ്ങൾ. മാത്രവുമല്ല, ഞാനൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ എനിക്കെതിരെ നീ നിന്നെപ്പോലുള്ളവർ ഒരുപക്ഷെ തെളിവുകളുമായിട്ട് വന്നേക്കാം, അതുകൊണ്ട് കൗണ്ടർ തെളിവുകളും ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്ന മട്ടിലായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നത്. ആ മെസ്സേജുകളുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അതിജീവിതയുടെ ഐഡന്റിറ്റി സൂക്ഷിച്ചുകൊണ്ടാണ് ആ മെസ്സേജുകളെല്ലാം ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. റോഷി, ഇനി ഒറ്റ ചോദ്യം കൂടിയുണ്ട്. ഈ നിലവിൽ എത്തിക്സ് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത്. എത്തിക്സ് കമ്മിറ്റി തീരുമാനമെടുക്കുമ്പോൾ ഇടതുമുന്നണിയിലെ അംഗങ്ങളാണ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയിലുള്ളത്. ശൈലജ ടീച്ചർ അടക്കമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത നിയമസഭാ സെഷന് മുമ്പ് തന്നെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ചേർന്ന് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലോക്സഭയിൽ പണ്ട് ഈ ചോദ്യം ചോദിച്ചതിനെ കോഴ വാങ്ങിയെന്ന പേരിൽ മഹുവ മൊയ്ത്ര തൃണമൂൽ കോൺഗ്രസ് MP പുറത്താക്കിയിരുന്നു. അതൊരു രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു. സമാനമായ ഒരു രാഷ്ട്രീയ നീക്കത്തിന് ഒരുപക്ഷേ സഭ സാക്ഷ്യം വഹിച്ചേക്കാം, അല്ലേ റോഷി? അരുൺകുമാർ, സാധ്യതയുണ്ട്. കാരണം ഇത് സമാനതകളില്ലാത്ത ലൈംഗിക പീഡനത്തിന്റെ കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സീരിയൽ പീഡനം നടത്തിയ ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതും ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MLA. അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിക്കൊപ്പം നിയമസഭയിൽ തുടരുന്നതിനുള്ള പ്രയാസങ്ങൾ MLA-മാർ തന്നെ പങ്കുവെച്ച് തുടങ്ങിയതാണ് പരസ്യമായി. അതിൽ പ്രതിപക്ഷത്തെ MLA-മാർക്കും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. സ്പീക്കർ തന്നെ അതാണ് കൃത്യമായി നിലപാടെടുത്തത്. സഭാ സമ്മേളനത്തിന്റെ അവസാന ഘട്ടമാണ്. ഈ സഭയ്ക്ക് കളങ്കം വരുത്തിയ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സർക്കാർ കാണുന്നത്, സ്പീക്കർ കാണുന്നത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നിയമസാധ്യത പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ നിയമസാധ്യത ഒരു ഭാഗത്ത് പരിശോധിക്കുമ്പോൾ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പരിശോധിക്കും. അതിൽ സ്വാഭാവികമായും അയോഗ്യനാകാനുള്ള സാധ്യത അവിടെ നിയമസഭയിൽ ആ ഘട്ടത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും. ഐക്യകണ്ഠേന ഒരു തീരുമാനം എടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം 3 പരാതി മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിന്റെ എത്രയോ ഇരട്ടി പരാതികൾ ഇനിയും വരാനിരിക്കുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം 1-ൽ കൂടുതൽ പേരെ ക്രൂരമായി പീഡിപ്പിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൽ ഇപ്പോഴും ഗർഭചിത്രത്തിന് വിധേയയായ മറ്റൊരു പെൺകുട്ടി വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ആ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒട്ടേറെ പേരുണ്ട്. അവർ ഭയചകിതരാണ്. കാരണം സാമൂഹ്യ മാധ്യമത്തിൽ അതിക്രമം ഉണ്ടാകും. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി ഉപദ്രവിക്കുമെന്ന ഭയമാണ് അവർക്കൊക്കെ. അതുകൊണ്ടാണ് പരാതികൾ അവർ നൽകാത്തത് പോലീസിന്. അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റോഷി, ഈ MLA സ്ഥാനം നഷ്ടമാവണമെങ്കിൽ അതിനൊരു വഴിയുണ്ട്. സാധാരണ നമ്മളതിനെ പറയുക എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ചേർന്നിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ MLA അറസ്റ്റ് ചെയ്താൽ പോലീസിന്റെ റിപ്പോർട്ട് സ്പീക്കറെ അറിയിക്കണം. പോലീസ് ആ റിപ്പോർട്ട് സ്പീക്കർക്ക് കൊടുത്താൽ സ്പീക്കർ ആ റിപ്പോർട്ട് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് കൊടുക്കും. എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മുരളി പെരുന്നെല്ലിയാണ്, CPM ആണ്. MV ഗോവിന്ദ മാഷുണ്ട്, ശൈലജ ടീച്ചറുണ്ട്. UDF-ൽ നിന്നുള്ളതാവട്ടെ UA ലത്തീഫും റോജി M. ജോണുമാണ്. അപ്പോൾ ഭൂരിപക്ഷം CPM-നാണ് ഈ വിഷയത്തിലുള്ളത്. അപ്പോൾ സഭയുടെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഒരു MLA പെരുമാറി എന്ന മട്ടിൽ അങ്ങനെ ആ കമ്മിറ്റി എത്തിക്സ് കമ്മിറ്റി ചർച്ച ചെയ്ത് അതൊരു പ്രമേയമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ച് ഭൂരിപക്ഷം അംഗങ്ങളും പിന്തുണച്ചാൽ MLA സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ MP മഹുവ മൊയ്ത്രയെ ചോദ്യം ചോദിക്കുന്നതിന് കോഴ വാങ്ങി എന്ന പേരിൽ പുറത്താക്കുന്നത്. സമാനമായ രീതിയിൽ ഈ വരുന്ന സെഷനിൽ തന്നെ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കേട്ടിട്ട് മാത്രമേ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ പറ്റൂ. റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്സ് കമ്മിറ്റിക്ക് വിളിച്ചു വരുത്തുക ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷേ ഈ സെഷനിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ സെഷന് മുൻപായി അങ്ങനൊരു നീക്കം പ്രതീക്ഷിച്ചു കൂടായികയില്ല. അത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലുമാക്കും. കോൺഗ്രസിന്റെ അംഗമല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കെതിരെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത സ്ഥിതിയും വരും.